നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബബ്ലിമൂസ, കമ്പിളി നാരകം, ചൈനീസ് ഗ്രേപ്പ് ഫ്രൂട്ട്, ബബ്ലിമൂസ് എന്നൊക്കെയാണ് ഇതിൻ്റെ മറ്റു പേരുകൾ. ഇതിൻ്റെ കുടുംബം റുട്ടേസിയ. ശാസ്ത്രീയ നാമം സിട്രസ് മാക്സിമ. നാരകവംശത്തിൽപ്പെടുന്ന ഒരുതരം നാരങ്ങയാണ് കമ്പിളി നാരങ്ങ അഥവാ മാതോളി നാരങ്ങ. ഇത് ബബ്ലിയൂസ് നാരങ്ങ, അല്ലി നാരങ്ങ, കമ്പിളി നാരങ്ങ, കുംബ്ലൂസ് നാരങ്ങ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. കേരളത്തിൽ കാണപ്പെടുന്ന നാരകജാതിയിലെ ഏറ്റവും വലിയ പഴം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വൃക്ഷമാണ് കമ്പിളി നാരകം എന്നറിയപ്പെടുന്ന ബബ്ലിമൂസ്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളാണ് ഇതിൻ്റെ ജന്മദേശം. BC 100-ാം ആണ്ടിൽ ചൈനയിലാണ് ഇതിനെ ആദ്യമായി കണ്ടെത്തിയതെന്ന് പറയപ്പെടുന്നു. അതിനാൽ ഇതിന് ചൈനീസ് ഗ്രേപ്പ് ഫ്രൂട്ട് എന്നും വിളിപ്പേരുണ്ട്. ചൈനയിൽ വൻതോതിൽ ഇവിടെ കൃഷി നടക്കാറുണ്ട്. ഇന്ത്യയിൽ ബീഹാർ, ഉത്തരാഖണ്ഡ്, ഒഡീഷ, ഉത്തർപ്രദേശ്, ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങൾ എന്നിവിടങ്ങളിൽ വലിയ തോതിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. നിത്യഹരിത സ്വഭാവമുള്ള ഈ വൃക്ഷം ഏകദേശം 5 മീറ്റർ ഉയരത്തിൽ വളരും. നീർവാഴ്ചയുള്ള ഫലഭൂഷ്ടമായ മണ്ണിലാണ് നല്ല രീതിയിൽ വളരുന്നത്. നിരവധി ശാഖോപശാഖകൾ ഉണ്ടാവും. മരത്തൊലിക്ക് ചാരം കലർന്ന തവിട്ടു നിറമാണ്. ചില കാലങ്ങൾ ചെറിയ തോതിൽ കുത്തുകളും പാടുകളും ഈ തൊലിയിൽ കാണാറുണ്ട്. ഇടത്തരം വലുപ്പത്തിൽ വളരുന്ന ഒരു മരമാണ് കമ്പിളി നാരകം. നാരകത്തിൻ്റെ കുടുംബത്തിൽ ഏറ്റവും വലിപ്പമുള്ള ഫലം ഇവയുടേതാണ്. മധുരമുള്ള അല്ലികളുള്ള ഇതിൻ്റെ ഫലം വെള്ള, ചുവപ്പ് നിറങ്ങൾ സാധാരണയായി കണ്ടുവരുന്നു. ഉള്ളിലെ കാമ്പിന് മേലെയായി നല്ല ഒരു പുറം ആവരണവും ഇവയ്ക്കുണ്ട്. ഇതിന് കടുംപച്ച നിറമുള്ള കട്ടിയുള്ള ഇലകളാണ്. ഇലകൾക്ക് പ്രത്യേക ഗന്ധമുണ്ടാവും. ശരാശരി 10 സെൻറ്റിമീറ്റർ നീളവും ഏതാണ്ട് 7 സെൻറ്റിമീറ്റർ വീതിയും വരുന്ന ഇലകളുടെ വ്യാസം ഏകാന്തരക്രമത്തിലാണ്. മുകൾ വശം മിനുസമുള്ളതും ഇലപ്പരപ്പിന് ദീർഘവൃത്താകൃതിയുള്ളതാണ്. ചെറിയ പൂക്കൾക്ക് വെള്ള നിറമാണ്. സുഗന്ധമുള്ള ഇവ ഒറ്റയ്ക്കും കൂട്ടമായും പത്രകക്ഷങ്ങളിലുണ്ടാവും. പൂവിൽ 5 ദളങ്ങളും ഓറഞ്ച് നിറമുള്ള അനേകം കേസരങ്ങളും കാണും. കായ്കൾക്ക് ഇളം പ്രായത്തിൽ പച്ച നിറമായിരിക്കും. വിളയുമ്പോൾ മഞ്ഞ നിറം കൂടി വരും. കമ്പിളി നാരങ്ങ കാഴ്ചയ്ക്ക് ഒരു ഭീമൻ നാരങ്ങയാണ്. ഒരു വലിയ പൊതിച്ച തേങ്ങയുള്ള വലിപ്പം, ഒരറ്റം അല്പം പരന്ന ഗോളാകൃതിയുമുള്ള ഇതിന് 15 മുതൽ 25 സെൻറ്റിമീറ്റർ വ്യാസവും 1 മുതൽ 2 കിലോഗ്രാം ഭാരവും വരും. പാകമായ കായ്ക്ക് നരച്ച പച്ച നിറമോ പച്ച കലർന്ന മഞ്ഞ നിറമോ ആയിരിക്കും. പുറന്തോടിന് നല്ല കനമാണ്. ഇതിൻ്റെ ഉൾഭാഗം വെളുത്തും സ്പോഞ്ച് പോലുള്ളതുമാണ്. കായയുടെ ഉൾഭാഗത്ത് തുകൽ പോലുള്ള 8 മുതൽ 12 മുതൽ തടിച്ച അല്ലികൾ കാണും. വെള്ള നിറമോ ഇളം പിങ്ക് നിറമോ നേരിയ ചുവപ്പ് നിറമോ ഉള്ള ഇവയ്ക്ക് മധുരവും പുളിയും കലർന്ന സ്വാദാണ്. ചുക്കി ചിലഞ്ഞിരിക്കുന്നതും ക്രീം